ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഓംലെറ്റാണ്. മുട്ടയും പൊട്ടറ്റോയും വെച്ചുള്ള ഒരു ഓംലെറ്റാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് 2 മുട്ടയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 2 മുട്ട അതുപോലെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പൊട്ടറ്റോ എടുക്കാം. പൊട്ടറ്റോ കൊണ്ടാണ് ഇന്നുണ്ടാക്കുന്നത്. മുട്ട തന്നെയുള്ള ഓംലെറ്റല്ല, ഇതിലേക്ക് പൊട്ടറ്റോയും കൂടി ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റാണ്. അപ്പോൾ നമുക്കൊരു രുചി വ്യത്യാസം ഉണ്ടാകും സാധാരണ ഓംലെറ്റിനായിട്ട്. അപ്പോൾ അതിനായിട്ട് പൊട്ടറ്റോയുടെ തൊലി കളയണം. ഇവിടെ നമുക്ക് ഒരു പൊട്ടറ്റോ 2 ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 1 നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. എത്രത്തോളം ചെറുതാക്കുന്നോ അത്രത്തോളം നല്ലതാണ്. കാരണം നമുക്കിത് വേഗം വെന്ത് കിട്ടും. അല്ലെങ്കിൽ കട്ടി കൂടിയാൽ അത് അത്ര പെട്ടെന്ന് വേവില്ല. അപ്പോൾ ഇതുപോലെ നന്നായി സ്ലൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇവിടെ ഇപ്പോൾ ഇത്ര സ്ലൈസായിട്ടുള്ള ഇതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വേഗം വെന്ത് കിട്ടും. ഇനി നമ്മളിവിടെ എടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് 2 അല്ലെങ്കിൽ 1 ആയാലും മതി, നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ ഇവിടെ 2 എടുത്തിരിക്കുന്നത്. അത് 2 ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ വെളുത്തുള്ളി 3 അല്ലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടും. ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3 അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സബോളയാണ്. സബോള ചെറുതായി അരിയാം. പിന്നെ എല്ലാം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് പൊട്ടറ്റോ നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സബോള ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും സബോളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മളതൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സബോള ഒരുവിധം നന്നായി വഴറ്റണം. അത് നമുക്ക് സിമ്മാക്കി വെക്കാവുന്നതാണ്. തീ സിമ്മാക്കി വെച്ചിട്ട് നമുക്ക് ചെറുതാക്കി ഇട്ടിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഏറ്റവും ചെറുതാക്കി സ്ലൈസ് ചെയ്ത് അരിയാൻ പറ്റുന്നോ അത്രയും ചെറുതായി അരിഞ്ഞ് എടുക്കാൻ പറയുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് വേവില്ല. ഉണ്ടെങ്കിൽ അത് വെന്ത് കിട്ടാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ സ്ലൈസായിട്ട് അരിഞ്ഞാൽ നമുക്കത് വേഗം വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനാണ് കുറച്ച് സമയമെടുക്കുക. ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് കുറച്ച് സമയമെടുക്കും. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം റെഡിയാക്കാവുന്നതാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ഓംലെറ്റ് എന്നും കൊടുക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. രുചിക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മുട്ട നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഈ വഴറ്റിയ പൊട്ടറ്റോയും ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ മുട്ടയിലേക്ക് കൂട്ടിയ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊഴിച്ച് അടിഭാഗം ഒന്ന് വെന്ത് വരുന്നത് വരെ നമ്മളൊരു ലിഡ് വെച്ച് വേവിക്കണം. അപ്പോൾ അത് നമുക്ക് വേഗം വെന്ത് കിട്ടും. അടിഭാഗം വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പാത്രം വെച്ച് മറിച്ചെടുത്തിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. മറുഭാഗം വേവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം പിന്നെയും മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മുട്ട ഓംലെറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്തു. അല്ല, മുട്ട ഓംലെറ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ദിവസം നമുക്ക് കാണാം.